ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചത്. കുറച്ചും കൂടെ എന്താണ് തന്നിരിക്കുന്ന വാല്യൂസ് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നിരിക്കുന്നത് ഒരു കപ്പാസിറ്റർ ആണ്. അത് 20 മൈക്രോ ഫാരഡ് ആണ്. 20 × 10⁻⁻6. റെസിസ്റ്റൻസ് 80 ഓം. ഫ്രീക്വൻസി അല്ല തന്നിരിക്കുന്നത്, ആംഗുലർ ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. ഒമേഗയാണ്. ഈ 1000 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. ഇൻഡക്റ്റൻസ് 15 ഹെൻറി ആണ്. 15 × 10⁻³ ആണ്. അപ്പോൾ ആദ്യം ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കാണുന്നു. ഒമേഗ × എൽ. ഒമേഗ × എൽ കണ്ട പഠിക്കാനൊന്നുമില്ല. 2πf പകരമാണത്. 2πf പകരം. അപ്പോൾ 1000 × 100 × 10⁻³ നേരെ 15ലേക്ക് വരും. നമ്മളതിന് J15 എന്ന് എഴുതുന്നു. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 / 1000 × 200 × 10⁻⁻6 50 എന്ന് ഉത്തരം കിട്ടും. J50 എന്ന് എഴുതുന്നു. ഈ ഇമ്പിഡൻസ് ആദ്യ ഇമ്പിഡൻസ് കാണുന്ന പാരലൽ കോമ്പിനേഷൻ്റെയാണ്. ആരൊക്കെയാണ് പാരലൽ ആയിട്ട് കിടക്കുന്നത്? 80 ഓം റെസിസ്റ്ററും കപ്പാസിറ്ററും ആയിട്ടാണ് പാരലൽ ആയിട്ട് കിടക്കുന്നത്. അതിന് സീരീസ് ആയിട്ട് ഒരു ഇൻഡക്ടറുമാണ് കിടക്കുന്നത്. ശ്രദ്ധിക്കുക, റെസിസ്റ്റൻസിനാണ് പാരലലായിട്ട് ഈ കപ്പാസിറ്റർ കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് സാധാരണ പാരലലാവുമ്പോൾ നമ്മൾ ചെയ്യുക രണ്ട് ഗുണിച്ചിട്ട് ഡിവൈഡഡ് ബൈ R1 × R2 അല്ലെങ്കിൽ Z1 × Z2 ഡിവൈഡഡ് ബൈ Z1 + Z2 ആണ് ചെയ്യുക. അപ്പോൾ ഇവിടെ Z1 പകരം 6 ആണ് തന്നിരിക്കുന്നത്. 6 എന്ന് പറയുന്നത് 80 ആണ്. 80 × J-50 ഡിവൈഡഡ് ബൈ 80 + J50 ആണ് വേണ്ടത്. പക്ഷെ J50 നെഗറ്റീവ് ഉള്ളത് കൊണ്ട് നമ്മൾ J50 അവിടെ ഇട്ടു. അപ്പോൾ 80നെ 50 കൊണ്ട് ഗുണിച്ചാൽ 4000 ആയി. -J4000 ഡിവൈഡഡ് ബൈ 80 - J50 ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോളാർ ഫോമിലേക്ക് മാറിയിട്ട് ഡിവൈഡ് ചെയ്യാം. 22.5 - 36. ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഈ ZBനെ എന്തുകൊണ്ട് ആഡ് ചെയ്യാം? ബാക്കി വരുന്ന കോയിലിനോട് ആഡ് ചെയ്യുക. കോയിൽ എന്ന് പറയുന്നത് J15 ആണ് അതിൻ്റെ റിയാക്റ്റൻസ്. അപ്പോൾ 15ഉം 36ഉം 36 15 കുറഞ്ഞാൽ 21. 22.5. അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ Z ആണ്. 1 ഡിവൈഡഡ് ബൈ 22.5 - J21. കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 22.5 + J21 ഡിവൈഡഡ് ബൈ 25.1 + J21. ഇത് രണ്ടും വെട്ടിയാൽ ഇതേ വാല്യൂ തന്നെ വരും. ഗുണിക്കുമ്പോൾ താഴെ 22.5² + 21² വരും. അതെന്ന് പറഞ്ഞാൽ 947.25 വരും. ആദ്യം ഈ വാല്യൂ കൊണ്ട് 22.5നെ 947.25 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 0.0238 ഡിവൈഡ് ചെയ്താൽ മതി. 21 ഡിവൈഡ് ബൈ 947.25 0.28 വരും. Thank you for watching this video.